പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തു, ഇദാ ഖാല റജുലു, ഒരു മനുഷ്യൻ പറഞ്ഞാൽ, ലി അഖീഹി, തൻ്റെ കൂട്ടുകാരനോട് എന്ന് പറഞ്ഞാൽ ഒരാളോട്, യാ കാഫിറു, അവിശ്വാസിയായവനെ, കാഫിറായവനെ എന്ന് വിളിച്ചാൽ, ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ, ആരാണോ പറഞ്ഞത്, ആരെയാണോ പറഞ്ഞത്, രണ്ടിൽ ഒരാൾ ആ കുഫറുമായിട്ടാണ് മടങ്ങിപ്പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് യാ കാഫിറു എന്ന് വിളിച്ചാൽ ആ പറയുന്നവൻ കാഫിറാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരമായ കുറ്റമാണത്. അതല്ല, ഒരു കാഫിറായ ഒരാളോടാണ് അഭിസംബോധന ചെയ്തത്. അവിടെ പിന്നെ ഏതായാലും ഒരാൾ കുഫർ പക്ഷത്തുണ്ട്, അവിടെ പ്രശ്നമില്ല. പക്ഷെ കുഫർ പക്ഷത്തില്ലാത്ത ഒരാളെയാണ് പറഞ്ഞതെങ്കിൽ ആ പറഞ്ഞ അയാളിൽ കുഫർ സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചും കാഫിർ, മുശ്രിക്ക് എന്നും പറയാൻ പാടില്ല എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ സംഘടന അങ്ങനെ തലകയറിയിട്ടേ, അത് മുശ്രിക്കാണ്, ഇവർ മുശ്രിക്കാണ്, ആ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റില്ല, ആ മൂലയിൽ വെക്കാൻ നിസ്കരിക്കാൻ, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പ്രത്യക്ഷത്തിൽ ഒരു മനുഷ്യൻ ഞാൻ മുസ്ലിമാണെന്ന് പറയുകയും ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് ജീവിതം കൊണ്ടോ കർമ്മം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെളിയിച്ച ഒരു മനുഷ്യനെ എങ്ങനെ കാഫിർ എന്ന് വിളിക്കുക? ഒരു പക്ഷേ അങ്ങനെ പറയുന്ന ഒരാളിൽ കുഫ്രിൻ്റേത് സമാനമായ ഏതെങ്കിലും കർമ്മങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ കുഫറും ഇസ്ലാമും കിടക്കുന്നത് ഖൽബിലാണ്. അത് അള്ളാഹു തീരുമാനിക്കുന്ന വിഷയമാണ്. ഒരു മനുഷ്യനും വിവരമില്ലാത്ത മനുഷ്യൻ ഇപ്പോൾ പിന്നെ അജ്മീർ സിയാറത്തിന് പോയിട്ടുണ്ട്. വലിയ മഹാനല്ലേ അജ്മീർ ഷെയ്ഖ് തങ്ങൾ അവറുകൾ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി. ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അള്ളാഹുവിൻ്റെ അതിന് കാരണമായ വലിയൊരു വലിയാണ് മഹാനവറുകൾ. അവിടെ ചെന്നിട്ട് വിവരമില്ലാത്ത മനുഷ്യന്മാർ സുജൂദ് ചെയ്യുന്നില്ലേ? അവിടെ മുസ്ലിമീങ്ങളും അല്ലാത്തവരും വരുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അവർക്ക് സുജൂദ് ചെയ്യാൻ നമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ ആരാണ് ഈ ചെയ്യുന്നത്? മുസ്ലിങ്ങൾ തന്നെയാണോ അല്ലെന്നും അറിയില്ല. അവിടെ രാഷ്ട്രീയക്കാർ വരും, സിനിമക്കാർ വരും. പുതിയ ഫിലിം എടുക്കാൻ പോകുമ്പോൾ അവിടെ വന്നിട്ട് സിയാറത്ത് ചെയ്തിട്ട് പോകണം. എത്ര നടീനടന്മാരുണ്ട് ഇന്ത്യയിൽ ഉണ്ട്. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ വിവരമില്ലാത്ത മുസ്ലിമീങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അത് അവരുടെ വിവരക്കേട്. അത് ആലിമീങ്ങൾ പറഞ്ഞ് നന്നാക്കി കൊടുക്കണം. ഷിർക്ക് തന്നെ, കുഫർ തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യനെ യാ കാഫിറു, യാ മുശ്രിക്കു എന്ന് ലേബൽ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ കൽബിൽ അങ്ങനെ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നറിയാതെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അയാൾ പറയണം ഞാൻ എക്സ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇതിന്ന് പോയ ആളാണ്, എനിക്കിത് ഇല്ല എന്ന് പറയുന്ന ഒരാളാണ്, പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ആളാണ്. ഓക്കെ, അത് അവർ മുസ്ലിമായിട്ട് അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. അവരെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. അല്ലാതെ ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെയോ മഹത്തുക്കളെയോ സജ്ജനങ്ങളെയോ സ്വാലിഹീങ്ങളെയോ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവരെ കയ്യിൽ നിന്ന് വിവരക്കേട് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് വെച്ചിട്ട്, ഒരു കർമ്മം വെച്ചിട്ട് ഒരാളെ കുഫർ അടിക്കാൻ പാടില്ല. അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ വയല് പറയാൻ പറഞ്ഞാൽ അവരുടെ ആകെ ഒരു സബ്ജക്റ്റേ വയല് പറയാനുള്ളൂ. അതിന് ദുന്യാവ് തുടങ്ങിയത് മുതൽ അവസാനിക്കണ വരെ ഒരു സബ്ജക്റ്റ് അവർ പറയുള്ളൂ. ഇത് ഇസ്ലാമാണ്, ഇത് കുഫറാണ്, ഇതിങ്ങനെ ചെയ്യുന്നവരൊക്കെ കാഫിരീങ്ങളാണ്. അങ്ങനെ ലേബിൾ ചെയ്യുമ്പോൾ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ഞാൻ അള്ളാഹുലും റസൂലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് അംഗീകരിക്കുകയും അത് അവകാശത്തോടെ അത്യാവശ്യത്തോടെ പറയുകയും ചെയ്യുന്ന ആളുകളെപ്പോലും അത്തരം കൂട്ടായ്മകളെയൊക്കെ ഒന്നിച്ച് ലേബലടിച്ച് കുഫറാണ് എന്ന് പറഞ്ഞാൽ പറയുന്നവർ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഇദാ ഖാല ലി അഖീഹി യാ കാഫിറു, ഇദാ ഖാല റജുലു ലി അഖീഹി യാ കാഫിറു ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ, ആ പറഞ്ഞതിൽ കേട്ടതിൽ രണ്ടിൽ ഒരാൾ കുഫറുമായിട്ടാണ് പോകുന്നത്. അയാൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് പിന്നെ കാഫിറായിട്ടാണ്. അങ്ങനെയാണ്. അത് കാഫിറിനോട് പറഞ്ഞാൽ പിന്നെ അത് അയാൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ പറഞ്ഞ ആൾ ആ ഒരു വലിയ വിപത്ത് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അഹ്ലുൽ മില്ല, അഹ്ലുൽ ഖിബ്ലത്ത് എന്ന് പറയും. സംഘടനാ വ്യത്യാസങ്ങളും അഖീദപരമായ വ്യത്യാസങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ബിദ്അത്തും സുന്നത്തും ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ കുഫ്ർ, ഷിർക്ക്, ഇത് ഇസ്ലാമെന്ന് പുറത്തു പോണ വിഷയമാണ്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അതങ്ങനെ അങ്ങ് കൊട്ടക്കണക്കിന് പറയാനുള്ളതല്ലാതെ അതിന് ഭയങ്കരമായ ക്രൈറ്റീരിയൻസ് ഉണ്ട്. ഒരു മനുഷ്യൻ്റെ അഖീദയെ ബാധിക്കുന്ന വിഷയമാണത്.
അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഹദീസാണത്. ഒന്ന് ചൊല്ലി നോക്കി. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഖാല الرجل لأخيه يا كافر فقد باء به أحدهما.